പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ദാനമായി തന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ കാത്തു സംരക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനകള്, നിയോഗങ്ങള് അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നൽകുന്ന മുന്നറിയിപ്പുകള്, അങ്ങയുടെ വചനങ്ങള് തിരിച്ചറിവോടെ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ ജീവിക്കാൻ വേണ്ട വലിയ കൃപ അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ മനസ്സിലാക്കുവാൻ, പൈശാചിക ശക്തികളെ തിരിച്ചറിയുവാൻ, ഞങ്ങളെ നശിപ്പിക്കുന്ന, ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന ഓരോ മേഖലകളും തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളൊന്നും വേണ്ടാത്തതിൽ ചെന്ന് പെടാതെ ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ സമയം കണ്ടെത്തി എന്നും മുടങ്ങാതെ ത്യാഗം ചെയ്ത് മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, പൊതിഞ്ഞു പിടിക്കണം. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഇന്റർവ്യൂ, ഞങ്ങളുടെ മക്കളുടെ ജോലി മേഖല, അവരുടെ ഭാവി ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ആ നിയോഗങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി. അവിടുത്തെ നാമത്തിൽ നമ്മെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയും. ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന മേഖല, നമ്മുടെ മക്കളെ മുന്നറിയിപ്പ് നൽകി സംരക്ഷിക്കുന്ന മേഖല, പ്രേമക്കുരുക്കുകളിൽ ചെന്ന് പെടാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പിശാചെന്ന് ഒരുക്കി വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ്, ഒരു വലയാണ് ഈ പ്രേമക്കുരുക്ക്. അനേകം മക്കള് തെറ്റായ സ്നേഹബന്ധത്തിൽ കുരുങ്ങി നശിക്കുന്ന അനേക മക്കളുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി മക്കള് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നേരിട്ട് വന്നു, കുറെ ഫോൺ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊരു ഭയങ്കരമായ പൈശാചിക കെണിയാണ്. യുവസഹജമായ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ തന്റെ 2-ാം ലേഖനത്തില് 2-ാം അധ്യായത്തിന് 22-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ഭയങ്കര കാര്യമായിട്ട് പറയുന്നത്. പരിശുദ്ധമായ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവിൻ. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിക്കൊള്ളാനാ പറയും. അവിടെ നിൽക്കരുത്. ഇന്ന് ഈ പ്രേമം എന്നൊക്കെ പറയുമ്പോ പണ്ടൊക്കെ യുവസഹജമാണ്, ഇന്ന് അതൊന്നുമില്ല. കൊച്ചു മക്കള് തുടങ്ങി ഈ വേണ്ടാത്ത പ്രേമങ്ങള്, ബന്ധങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികള് കേട്ട് നമ്മൾ മരവിക്കുന്ന രീതിയിലാണ് കൊച്ചു മക്കൾ ചെയ്തു കൂട്ടുന്ന ഈ ജഡികമായ പാപങ്ങള്, പ്രേമവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ പിശാച് ഇതുപോലെ മക്കളെ വീഴ്ത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം, ഇത് പ്രേമക്കുരുക്കെന്ന് പറഞ്ഞ നമ്മള് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് പോണേ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ പറയാ, വ്യഭിചാരത്തിൽ നിന്ന് ഓടിക്കോ. ഓടാനാ പറഞ്ഞ കർത്താവ്. യുവസഹജമായ മോഹങ്ങള്, വ്യഭിചാരത്തിൽ നിന്നൊക്കെ ഓടിക്കൊള്ളാനാ പറയാ. ഇവിടെ മക്കളെ, ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. ഇന്ന് മിക്കവാറും ഈ പ്രേമങ്ങളൊക്കെ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ കുറച്ച് തുറന്നു പറയാം, ഞാൻ ഇവിടെ വരുന്ന പല മക്കളും പ്രേമം തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ അതുമായിട്ട് കോംപ്രമൈസുകൾ, കൂട്ടുകെട്ട്, അത് പിന്നെ വ്യഭിചാരത്തിലേക്ക്, മിളച്ചതയിലേക്ക്, മോശമായ നഗ്നത പ്രദർശനത്തിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകളിലേക്ക്, അത് വച്ച് വിലപേശുന്ന പൈശാചിക പ്രവൃത്തികളിലേക്ക് ഈ പ്രേമം കൊണ്ടുപോകുന്നത് ഭയങ്കരമായ നാശത്തിലേക്കാണ്.
അത് മാത്രമല്ല നമ്മുടെ മക്കളുടെ പഠനം, വിശുദ്ധി, അവിടെ കുടുംബ ബന്ധം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയോട് പറയണ്, ഒരു ക്രൈസ്തവ ചെറുക്കനുടെ പ്രേമായി, അവന് പ്രത്യേകമായൊരു ടൈപ്പാണ്. നമ്മുടെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ നിന്ന് കാശെടുപ്പിച്ചു കൊണ്ടുപോവാ, അവസാനം സ്വന്തം അമ്മൂമ്മയുടെ വള വരെ വിറ്റ് 35,000 രൂപ കൊണ്ടേ കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള അവസ്ഥ, അതിൽ പെട്ടുപോവുക. പിന്നെ അവന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന അവസ്ഥ. ഇത് കുടുങ്ങിപ്പെട്ട പിന്നെ പൈസ, കുടുംബം, അമ്മയോട് ഭയങ്കര ദേഷ്യം, അപ്പന് കഷ്ടപ്പെട്ട് ജോലി, അപ്പനോട് കരുണയില്ല, പ്രാർത്ഥനയില്ല, ഉദാശയില്ല, സകല ബന്ധങ്ങളും വിശുദ്ധിയും സന്തോഷവും. ഞാൻ ചോദിച്ചു കൊച്ചിനോട്, സമാധാനമുണ്ട് നിനക്ക്? സമാധാനമൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രേമത്തിന്റെ ഒരു കുരുക്കുണ്ട്. ഉത്തമ ഗീതത്തില് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജെറൂസലേം പുത്രിമാരെ, പാടത്തെ ചെറു കലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുത്, ഇളക്കി വിടരുത്. ഈ പ്രേമവും മറ്റു കാര്യങ്ങളൊക്കെ പ്രായമാകുമ്പോ അതിന് സംഭവിക്കേണ്ട സമയമൊക്കെ ഉണ്ട്, അതിന് സംഭവിക്കണം. അതുകൂടെ പറയാണ്, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുത്, ഇളക്കി വിടരുത്. തട്ടി ഉണർത്തിയാൽ, ഇളക്കി വിട്ടാൽ പിന്നെ അത് വേറൊരു ലെവലിലേക്ക് പോയി. വീണ്ടും 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം ഇത് തന്നെ പറയുന്നത്, പേടമാനിക പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു, സമയമാകുന്നതിന് മുമ്പേ നിങ്ങൾ പ്രേമത്തെ, ഇത് തന്നെ, പ്രേമത്തെ തട്ടി ഉണർത്തരുത്, ഇളക്കി വിടുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഈ വേണ്ടാത്തതിനെ ഉണർത്തി വിട്ട് നമ്മുടെ ജഡം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രേമങ്ങള്, ഫോൺ വിളികള്, സംസാരങ്ങള്, കാഴ്ചകള്, അങ്ങനെ പല കാര്യങ്ങള്, ഇത് ഉണർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് പിന്നെ പോണത് നാശത്തിലേക്ക്. എത്രയോ മക്കള്, കെണിപ്പെട്ടു പോയ അനേക മക്കളുണ്ട്. പ്രേമക്കുരുക്കിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാതെ കിടന്ന് നരകിക്കുന്ന മക്കളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പല നഷ്ടങ്ങള്, ശരീരത്തിന്റെ വിശുദ്ധി, സമ്പത്ത്, ഒത്തിരി മനസ്സിന്റെ സമാധാനം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ട മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ മക്കള്, ഇതിൽ പല മക്കളിൽ നിന്ന് മാനസിക രോഗ ആശുപത്രിയിൽ, ഡിപ്രഷനിൽ മരുന്ന് കഴിച്ച് ഒത്തിരി വേദനിക്കുന്ന മക്കൾ, പാവപ്പെട്ട മക്കൾ. അതുകൊണ്ട് അങ്ങനെ പെട്ടുപോയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കളാരും ഇങ്ങനെ ചെന്ന് പെടാതിരിക്കാൻ, കർത്താവ് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കണമേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. ഞാൻ വീണ്ടും വീണ്ടും പറയും, ചില ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാലേ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ സംഭവിച്ചാലേ ഞങ്ങൾ വിശ്വസിക്കും. അച്ഛനീ പറഞ്ഞ, വീണ്ടും വീണ്ടും പറയാം, അച്ഛനീ പറയുന്നതൊക്കെ വീഴാതിരിക്കാനും നശിക്കാതിരിക്കാനും വേണ്ടി, നമ്മുടെ മക്കളെ ജാഗ്രതയോടെ ജീവിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീഴാതിരിക്കാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും അച്ഛൻ പറയാ, വീണ് പോയാ പിന്നെ, കഴിഞ്ഞ ദിവസം കൊച്ചിന് വേണ്ടി 3-4 മണിക്കൂർ സംസാരിച്ചു. മണിക്കൂറുകൾ ഒരു കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിച്ച്, അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കാറൊന്നുമില്ല. ഞാൻ പറയും, ചുമ്മാ സമയം വേസ്റ്റാണ്. പിന്നെ വരാണെങ്കിൽ ധ്യാനത്തിന് വരിക, വചനം കേൾക്കുക, ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുക, കുമ്പസാരിക്കുക, പാപപരിഹാരം ബലിയർപ്പിക്കുക, വിടുതൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അതിനുശേഷം സംസാരിക്കുക. അല്ലാതെ ഓടി വന്ന് അച്ഛനെ ദൂരെ പരം അച്ഛനെ കാണിച്ച, മോന്റെ കാര്യം, മോളുടെ കാര്യം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അച്ഛൻ ഒന്ന് കാണണം, സംസാരിക്കണം. എന്റെ പൊന്നു പ്രിയപ്പെട്ട മക്കളെ, ചുമ്മാ നമ്മുടെ സമയം കളയാന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. ഞാൻ പറയും, ധ്യാനത്തിന് വാ, അല്ലെങ്കിൽ കൊച്ചിന് മനസ്സ്, എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള മനസ്സോടുകൂടി വരിക. ഇങ്ങനെ വരുന്ന ഒരു മക്കൾക്കും രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമാണ് വരുന്ന മക്കളാ. എത്ര പറഞ്ഞാലും എത്ര സ്നേഹിച്ചാലും അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഈ വാരാന്ത്യ ധ്യാനത്തിൽ വന്ന് കൂടുക, വചനം കേൾക്കുക, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ മാറ്റം സംഭവിച്ച മക്കൾ ഞാൻ കാണുന്നു. പക്ഷേ വിട്ടുപോയാൽ രക്ഷപ്പെടുക, രക്ഷപ്പെടുത്തുക, അത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ മക്കൾ ഇതിൽ പെടാതിരിക്കാൻ, വീഴാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം. കാലഘട്ടം വളരെ മോശമാ മക്കളെ. പിശാച് എല്ലാം വല വീഴ്ചിച്ച് നമ്മുടെ മക്കളെ പിടിച്ചെടുക്കാൻ വേണ്ടി അതുപോലെ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും
പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ഒരു വർഗമുണ്ട്. നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും കെണിപ്പെടുത്തി, എങ്ങനെയെങ്കിലും വശീകരിച്ച് വീഴ്ത്തി, എങ്ങനെയെങ്കിലും വലയിൽ കുരുക്കി നശിപ്പിക്കാൻ. അതർത്ഥം അവിടെ ഓടിക്കോ, അവിടെ നിന്ന് ഓടിക്കോളെന്നാ പറയാ. ആ പരിസരത്ത് നിന്നേക്കരുത്. പ്രേമക്കുരുക്ക് ഇങ്ങനെയുള്ള സാധനത്തിൽ നിന്നേക്കരുത്. യുവസഹജമായ മോഹം, വ്യഭിചാരം, അതിന്ന് ഓടാനാ പറഞ്ഞ കർത്താവ്. പിന്നെ ഒന്നും കൂടി കർത്താവ് ഓടാൻ പാടുന്നത് എന്നാണ്, ദ്രവ്യാസക്തി അല്ലെങ്കിൽ പണമോഹം, ഓടിക്കൊള്ളാൻ പറഞ്ഞ അതിലൊക്കെ പെട്ട പിന്നെ പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി മേഖലകളെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങാണല്ലോ ഞങ്ങൾ കൂട്ടിച്ചേർത്തത്. ഞങ്ങളുടെ മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണുപോയ അനേകം മക്കളുണ്ട് കർത്താവെ, അവരെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണം. ഞങ്ങളുടെ പൊന്നു മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് ഒരിക്കൽ പോലും അതിൽ നിന്ന് വീഴാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ. മാലാഖമാരെ ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും കാവലേർപ്പെടുത്തണമേ. തിരുരക്തത്താൽ ഞങ്ങളുടെ മക്കളെ ശിരസ് മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിക്കണമേ. ബുദ്ധിക്ക്, മനസ്സിന്, ചിന്തകൾക്ക്, വികാരങ്ങൾക്ക് തിരുരക്തത്തിന്റെ കൊട്ട കെട്ടി സംരക്ഷണം നൽകണമേ. വേണ്ടാത്ത ആഗ്രഹങ്ങൾ, ചിന്തകൾ, തോന്നലുകൾ ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരാതിരിക്കട്ടെ. പാപ സാഹചര്യത്തിൽ നിന്ന്, ദുർമോഹത്തിൽ നിന്ന്, കർത്താവെ മോഹപാപത്തിൽ നിന്ന്, യുവസഹജമായ മോഹത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കൾ ഓടി രക്ഷപ്പെടട്ടെ. കോംപ്രമൈസ് ചെയ്ത് കൂട്ടുകെട്ടുണ്ടാക്കാൻ വേണ്ടി കർത്താവെ കോംപ്രമൈസിന് അടിമപ്പെട്ടു പോകാതെ തൻ്റെ ഇടത്തോടെ, കരുത്തോടെ, അങ്ങയുടെ ആലയങ്ങളെ പോലെ അങ്ങയുടെ സ്വന്തമായ ശക്തിയോടെ തിന്മയെ ചേർത്ത് നിൽക്കാൻ കർത്താവെ ഓടേണ്ടടുത്ത് ഓടി രക്ഷപ്പെടാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ഇവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാത്തിലും അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ. സ്വർഗത്തിന് സഹായം ഈ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.